ഹജ്ജിന്റെ സുഗന്ധം അസ്തമിച്ചിട്ടില്ലാത്ത ദുൽഹജ്ജിന്റെ രാവുകളിൽ ഒന്നിൽ നമ്മൾ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാതെ പോകരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹീമിന്റെയും കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിഞ്ഞ പോലെ മുഹമ്മദിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിയണമേ. കൃഷിയോ തളിരോ ഇല്ലാത്ത മരുപ്പറമ്പിൽ എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഞാൻ പോയി പാർപ്പിച്ചു. റബ്ബനാ ലിയുഖീമുസ്സലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് ആളുകളുടെ ഹൃദയങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോയി വെടിഞ്ഞ എന്റെ മക്കളുടെ നേർക്ക് കാരുണ്യത്തോടെ ചേർത്തി കൊടുക്കണേ തമ്പുരാനെ എന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യനാഗരികതയുടെ പ്രപിതാമഹനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. വർസുഖുഹും മിനത്ത് തമറാത്ത്. അവർക്ക് സകല പഴങ്ങളും നൽകണമേ അല്ലാഹ്. അവർക്ക് സകല പഴങ്ങളും നൽകണമേ, ചൊരിഞ്ഞു നൽകണമേ അല്ലാഹ്. ലഅല്ലഹും യഷ്കുറൂൻ. അവർ ശുക്ർ ചെയ്യാൻ, അവർ നന്ദിയുള്ളവരായി തീരാൻ, അവർ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടുകൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ ഉന്നതമായ മാതൃക പൂത്തുലയുന്ന ദിവസവും പൂത്തുലയുന്ന ചരിത്രവും ഇതിന്റെ ഭാഗമാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ അവിടെ കിളിർത്ത സംസമിന്റെ മഹാത്മ്യമാണ്. 2 കുഞ്ഞുങ്ങളാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത്. ലോകത്തെത്രയെത്രയോ കുഞ്ഞുങ്ങൾ, അത്ഭുതം കാണിച്ച കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞിന്റെ കാലടിപ്പാടുകളിൽ നിന്ന് സംസം ഉറപൊട്ടി ഒഴുകിയെങ്കിൽ വേറെ 2 കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ നിന്ന് സംസാരിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മറിയമിന്റെ മകനായ ഈസ, ഒന്ന് ജുറൈജിനെ പറ്റി ആരോപിക്കപ്പെട്ട സംഭവത്തിൽപ്പെട്ട കുഞ്ഞ്. അല്ലാഹു സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ആ 2 പേരും സംസാരിച്ചതിനെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. ആ ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ പാരമ്പര്യത്തിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധന്യമായ കുടുംബത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും അത്യത്ഭുതകരമായിട്ട് നിലകൊള്ളുന്നു. ആ കുടുംബത്തിന്റെ പാരമ്പര്യം എത്രമേൽ ധന്യമെന്ന് ചോദിച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു ഭാഗത്ത്, ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ സ്ഥാനം ഉന്നതമായ മഹത്വത്തിന്റെ സ്ഥാനം പോലെ. അടുത്ത വീട്ടിലെ ഇറാനിയൻ പേർഷ്യക്കാരൻ വന്നുകൊണ്ട് പുണ്യനബിയെ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അലൈഹി വസല്ലിം. ഖദീജ, ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു. ഖദീജ, സ്വർഗത്തിൽ നിനക്കൊരു പ്രത്യേക വാസസ്ഥാനമുണ്ടെന്നും ജിബ്രീൽ നിന്നെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുന്നു ഖദീജ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ സ്ഥിതിയോ, സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്ക് ലഭിക്കുകയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പെണ്ണുങ്ങൾക്ക് നേതൃത്വം അണിയിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലേ മോളെ ഫാത്തിമ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു നോക്കുക സഹോദരന്മാരെ,
ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ, മോളെ സ്വർഗീയ നാരികളുടെ നായകസ്ഥാനം നിനക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ എന്ന് മകളോട്, പത്നിയോടാകട്ടെ ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു. ഈ ഫാത്തിമയുടെ മക്കളായ ഹസൻ ഹുസൈനോ സയ്യിദൈ ശുബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവസമൂഹത്തിന്റെ നേതാക്കളാണവർ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, നബിയെ അങ്ങേക്ക് റബ്ബ് നൽകുക തന്നെ ചെയ്യും, അങ്ങ് തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അരുളി ചെയ്യുകയാണ്, ഓരോ നബിയും തന്റെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ഒരു ദുആ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹുവേ, ഈ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹ സമൂഹങ്ങൾ, അതെല്ലാം ഒരുപാട് ജനങ്ങൾക്ക് മാർഗഭ്രംശം, ദുർമാർഗം നൽകി റബ്ബേ. എത്രയോ ആളുകളെ വഴിതെറ്റിച്ചു റബ്ബേ. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ വല്ലവരും പിൻപറ്റുന്നുവെങ്കിൽ അവരെന്നിൽപ്പെട്ടവരാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയോ പ്രാർത്ഥിച്ചു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് ഫഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ ഇവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണെന്ന് ഈസാ നബി തന്റെ ജനതയെക്കുറിച്ച് അല്ലാഹുവിനോട് വേവലാതിയോടെ പറഞ്ഞുപോയി. ഫഇൻ തഗ്ഫിർ ലഹും, എന്റെ ഈ ജനത്തിന് നീ പുറത്തു കൊടുത്താലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ സർവശക്തനും സർവനയജ്ഞനുമാണ് റബ്ബേ, തത്വജ്ഞനുമാണ് റബ്ബേ. പുറത്തു കൊടുത്താൽ ഉത്തമം റബ്ബേ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിയാറുകളാണ് റബ്ബേ. ഇങ്ങനെ ഇബ്രാഹിം തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈസയും തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അലൈഹിമുസ് സ്വലവാത്തു വത്തസ്ലീമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും 2-3 വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായമേ, അല്ലാഹുവേ എന്റെ സമൂഹം, എന്റെ സമൂഹം, എന്റെ സമൂഹം. ഇബ്രാഹിം പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി, ഈസ പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി. അംർ ഇബ്നുൽ ആസ് പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഓർത്ത് വിലപിച്ചപ്പോൾ അല്ലാഹു ജിബ്രീലിനെ പുണ്യസന്നിധിയിലേക്ക് നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ വന്നുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് പ്രയാസപ്പെടരുത്, അങ്ങേ അല്ലാഹു കൈവടിയുകയില്ല, അല്ലാഹുവിനെല്ലാം അറിയാം. വറബ്ബുക അഅലം, നിങ്ങളുടെ റബ്ബിനറിയാം നബിയെ, അതുകൊണ്ട് പ്രയാസപ്പെടരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുഃഖിക്കരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ജിബ്രീലിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, എന്താണത്? അല്ലാഹു അറിയാമെന്ന് ജിബ്രീലെ നിങ്ങൾ പറഞ്ഞതെന്താണ്? ഉടൻ തന്നെ ജിബ്രീൽ പരിശുദ്ധ റസൂലിനെ അറിയിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരുമെന്ന് മാത്രമല്ല, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, നബിയെ, അല്ലാഹു നിങ്ങൾക്ക് തരികയും അല്ലാഹു ധാരാളമായി അങ്ങേക്ക് പ്രദാനം ചെയ്യുകയും അല്ലാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുസ്തഫ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഷയമേ ചർച്ചയില്ല. ഈ കാലഘട്ടത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓർത്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് പരിശുദ്ധ നബിയുടെ സന്നിധിയിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ മഹാത്മ്യത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സദസ്സ്, ഒരേ ഒരു നാമത്തിന്റെ അലങ്കാരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സദസ്സ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി
വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി. ഈ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് 3 കൊല്ലം മുമ്പ് ഈ സദസ്സ് പിരിഞ്ഞത്. അവസാനം സദസ്സ് എഴുന്നേറ്റ് നിന്നു, പോകാൻ വേണ്ടി തീരുമാനിച്ചു. സദസ്സ് പിരിഞ്ഞു. അത്താഴത്തിന് അല്പസമയമേ ബാക്കിയുള്ളൂ. വന്നവർ ഓർക്കുന്നുണ്ടാകും, പക്ഷേ വന്നവരിൽ ആരൊക്കെയോ പരലോകത്തേക്ക് യാത്ര ചെയ്തു പോയിരിക്കുന്നു. ഈ വിനീതൻ അറിയുന്ന ഓർക്കുന്ന എത്രയോ മുഖങ്ങളുണ്ട്. ഇവനും നിങ്ങൾ ഓർക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. ആ സലാത്തുകളുമായി അവർ ഭാണ്ഡവും കെട്ടിയിട്ട് ഖബറിലേക്ക് യാത്രയായി. അതുകൊണ്ട് ഇതൊക്കെ പരലോകത്തിന്റെ നിയ്യത്തിൽ നിർത്താൻ ശ്രമിക്കണം. ഭൗതികമായ കാര്യങ്ങളെ അപ്പുറത്ത് വിട്ടേച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. ആത്മാവ് യാത്ര ചെയ്തു പോകണം. അതിനാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. മർഹബാ സല്ലി അലാ അസ്തം സനാ ഖാനേ റസൂൽ. പരിശുദ്ധ നബിയുടെ പ്രകീർത്തനത്തിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരുമദ്ഹിന്റെ സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുണ്യ നബിയുടെ അവദാനങ്ങൾ പൂക്കുന്ന സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അധർമ്മത്തെ ചെറുക്കാനുള്ള ഉന്നതമായ പ്രകാശ ശക്തിയെ നെഞ്ചത്ത് കുത്തി നിറക്കുന്ന സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉന്നതമായ അനുഗ്രഹത്തെ ഉന്നതമായ ജീവിതത്തിന്റെ അനുഭൂതിയാക്കിയിട്ട് കാത്ത് സൂക്ഷിക്കുന്ന സദസ്സ്. ഇത് ഈ ഭൂലോകത്തിന്റെ ഫിത്ന ഫസാദുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഹിദായത്തിന്റെ ഒരാലംബത്തെ മുറുകെ പിടിക്കാനുള്ള മരുന്ന് നൽകുന്ന സദസ്സ്. ആ മരുന്ന് നമ്മളല്ല നൽകുന്നത്, അല്ലാഹു നൽകേണ്ടതാണ്. മരുന്ന് പരിശുദ്ധ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പുണ്യമേറിയ സലാത്ത് മാത്രമാണ്. ഇഷ്ക് ഗം ദിൻ രാത് പീന. രാവും പകലും കുടിക്കേണ്ടതാ സ്നേഹമാണ്, പുണ്യ നബിയുടെ സ്നേഹമാണ്. അഷ്ക് ഗം ദിൻ രാത് പീന, ഇഷ്ക് ഗം ദിൻ രാത് പീന. ഇസ് തമന്നാ മേ ഹെ ജീന, അൽ മദീന ചൽ മദീന. മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവന്റെ ആത്മാവ് സ്നേഹത്തിന്റെ മധുപാനം ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങളെ പരിശുദ്ധ മക്കയിലും മദീനയിലും എത്തിച്ചു നൽകണമേ അല്ലാഹ്. ഇവിടത്തെ ഒരു ദുആ കൊണ്ട് മക്കയുടെ കഅബ ശരീഫിന്റെ വലയം വെക്കാനും പുണ്യമദീനയിൽ പുണ്യപാദങ്ങളിൽ ചെന്ന് നിൽക്കാനും ആഗ്രഹിക്കാത്ത ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ, ഉമ്മ പെങ്ങന്മാരുണ്ടോ, ഇക്കാക്ക കാരണവന്മാരുണ്ടോ? അതുകൊണ്ട് കൽബിനെ ഒരു ദുആയുടെ ഒരു നിയ്യത്തിൽ നിർത്തുക സഹോദരന്മാരെ. സലാത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിർത്തുക. ഇഷ്ക് ഗം ദിൻ രാത് പീന, അഷ്ക് ഗം ദിൻ രാത് പീന. ദുഃഖത്തിന്റെ സ്നേഹം രാവും പകലും പാനം ചെയ്യണം. ദുഃഖത്തിന്റെ കണ്ണീര് രാവും പകലും കുടിക്കണം. ഇസ് തമന്നാ മേ ഹെ ജീന. ഈ ഒരേ ഒരാഗ്രഹത്തിൽ ജീവിക്കണം. അൽ മദീന ചൽ മദീന, ആജ് നഹീ തോ കൽ മദീന. ഇന്നല്ലെങ്കിൽ നാളെ പുണ്യ മദീനയിൽ എത്തിച്ചേരേണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ സലാത്തിന്റെ ഇടയിൽ ഒരൊറ്റ മിനിറ്റ് ദർ തുമ്ഹാരെ പാക്ക് കർദേ മേരായേ ഖാക്കി വജൂദ്. അങ്ങയുടെ അസ്തിത്വം ശുദ്ധീകരിക്കട്ടെ എൻ്റെ ഈ മൺകൂടിന്റെ ശരീരത്തെ. പരിശുദ്ധ റസൂലിന്റെ സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ കറം കെ ആകെ പഠുലോ റൂബറൂ തും പർ ദറൂദ്. ദൂരെന്ന് ചൊല്ലുന്ന ഈ സലാത്തിനോടൊപ്പം അങ്ങയുടെ പാദത്തിലെത്തിയിട്ട് നേരിട്ട് മുഖാമുഖം റൗളയിൽ നിന്നിട്ട് സലാത്ത് ചൊല്ലാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവരെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോടുള്ള ആദരം അതിരറ്റതാണ്, നിങ്ങളോടുള്ള ബഹുമാനം അളവറ്റതാണ്. നിങ്ങളുടെ പാദങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ടാണ് ഈ വിനീതൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് അതിഥികൾ, നിങ്ങളാണ് ഈ സദസ്സിന്റെ വിജയികൾ, നിങ്ങളാണിതിന്റെ മുഴുവൻ നെടുംതൂണുകൾ. നിങ്ങളുടെ ആഗമനമാണ് ഇവിടുത്തെ പുലർകാലം, നിങ്ങളുടെ ആഗമനമാണ് ഇവിടുത്തെ ഉഷസ്സിന്റെ കാലം. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു പുണ്യമായിട്ട് ഈ സദസ്സിനെ മാറ്റാൻ, ദുആകൾക്ക് ഉത്തരം ലഭിക്കുന്ന മുസ്തജാബു ദഅവാതാക്കിയിട്ട് ഇതിനെ മാറ്റാൻ, ഇവിടുത്തെ ഓരോ പ്രാർത്ഥനയും ഉത്തരം നൽകുന്നതാകാൻ എല്ലാവരും അവനവന്റെ മനസ്സിൽ അവനവൻ എന്താണോ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് തേടുക. മൗനമായിട്ടിരുന്നിട്ട് അള്ളാഹുവിനോട് തേടുക. രാത്രി പുണ്യ നബിയുടെ തിരുസദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്നതിന് ഉപാധിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ, ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ മദീനയിലെ മസ്ജിദിലേക്ക് ഒരാൾ വന്ന് കയറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, തന്റെ വേവലാദികൾ അള്ളാഹുവിനോട് പറയുന്നു, പുണ്യ റസൂൽ ഇടപെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്നുകൊണ്ട് ആ സഹോദരനോട് പറയുന്നു, നീ പ്രാർത്ഥനയുടെ മര്യാദകളിലൂടെ പ്രാർത്ഥിക്ക്. ആദ്യമായിട്ട് അള്ളാഹുവെ സ്തുതിക്ക്, രണ്ടാമതായിട്ട് അവന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നുകൊണ്ട് നബിയുടെ പിന്നാലെ കൂടിയിട്ട് ചോദിക്കുന്നു, ഞാൻ ആകെ ചൊല്ലുന്നതിന്റെ അങ്ങയുടെ മേലുള്ള സലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി വരുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. ആ സഹാബി പിന്നെയും പറയുന്നു, എങ്കിൽ ചൊല്ലുന്നതിന്റെ പകുതിയും സലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറയുന്നു, നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. എന്ന് വെച്ചാൽ അത് മദീന്ന് നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സഹാബി മൂന്നാമത്തെ ചോദ്യത്തിൽ പൂർത്തീകരണത്തിനെന്ന പോലെ ചോദിച്ചു, എങ്കിൽ ഞാൻ ചൊല്ലുന്നത് മുഴുവൻ ഇന്ന് മുതൽ അങ്ങയുടെ മേലുള്ള സലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടിയായിട്ട് അവിടുന്ന് മൊഴിഞ്ഞതാണ് മദീനയിലേക്കുള്ള പാത എന്ന പരിപാടിയുടെ സന്ദേശം. എങ്കിൽ അതുവരെ നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, എങ്കിൽ നീ ചൊല്ലുന്നത് മുഴുവൻ എൻ്റെ മേലുള്ള സലാത്താക്കാൻ നീ തീരുമാനിച്ചുവെങ്കിൽ അള്ളാഹു നിന്റെ ദോഷങ്ങൾ പുറത്തു തരികയും നിന്റെ ഉദ്ദേശങ്ങൾ അവൻ വീട്ടിത്തരികയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾ ആലോചിച്ച് അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ കാതിൽ ബാങ്ക് മുഴങ്ങുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ ഈ ഭൂലോകത്ത് നിന്ന് യാത്ര ചെയ്തു പോകുമ്പോ മയ്യിത്ത് നമസ്കാരം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് വെച്ചു. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഒറ്റ നമസ്കാരത്തിലുമില്ലാത്ത ഒരു വ്യത്യസ്തമായ ആചാരമാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ആ കെയറോഫിൽ കേണം മരിച്ചു കിടക്കുന്ന മയ്യിത്തെ നിനക്ക് അല്ലാഹു പുറത്തു തരാനെന്ന് റബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സലാത്ത് ജീവിതത്തിന്റെ വസന്തമേ സലാത്ത്, പാപങ്ങളുടെ മോചനമേ സലാത്ത്, ശിഫയേ സലാത്ത്, കരുത്തേ സലാത്ത്, അഭിമാനമേ സലാത്ത്, ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത്. നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്റെ സലാത്ത് മറന്നവരായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ചിലർക്ക് എന്നെ കാണാനുള്ള ദൃഷ്ടി നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് സലാത്ത് ഈ ഉമ്മത്തിന്റെ ജീവവായുവായിരിക്കട്ടെ. അല്ലാഹു തആല അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ.
എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും അല്ലാഹു തആലയോട് അങ്ങേയറ്റം ശുക്റും നന്ദിയും സ്തുതിയും തോന്നുന്ന ഒരു നിമിഷം ഏതോ ഒരു സഹോദരൻ, ഏതോ ഒരു സഹോദരി നാട്ടിൽ വെച്ചോ മറുനാട്ടിൽ വെച്ചോ ആ പ്രസംഗം കേട്ടു, ആ കാസറ്റ് കേട്ടു, ആ വാക്ക് കേട്ടു, ഞാൻ ദിവസം 1000 സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു, ഞാൻ ദിവസം ഇപ്പൊ 500 ചൊല്ലുന്നു, ഞാനിപ്പോ 1000 ചൊല്ലുന്നു എന്ന് ഒരു സഹോദരനോ ഒരു സഹോദരിയോ, പരിചയമില്ലാത്ത ഒരു മുഖം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുടെ ഒരു കത്ത് വരുന്നതാണ്. ഇവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സൗഭാഗ്യമേ സലാത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമേ സലാത്ത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യത്തിൽ വിശ്വസിച്ചവരായ മുഅ്മിനുകളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തആലയോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാഹു തആലയോട് കേണു പറയുന്നതിന് വേണ്ടി ഇത് അതിന്റെ അവസരമാണ്. അല്ലാഹു തആല നമ്മളുടെ തേട്ടങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവനവന് അള്ളാഹുവിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിൽ കരുതുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ ഇസ്സത്താക്കണേ അല്ലാഹ്, ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, കൂട്ടായിരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രാർത്ഥനകൾ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, സൃഷ്ടിയുടെ വേദനകളെ ഏറ്റെടുക്കാനുള്ള സിംഹാസനത്തിന്റെ ഉടമസ്ഥനെ, ആരുടെ കെയർ ഓഫിലാണ്, ആരുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ ദുആ? നാളെ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു കസേരയിടും. അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടമുണ്ടാകും, ഒരു കുർസി. അതിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹായ ഹദീസാണ്. ഖൽബുള്ളവൻ ഉരുകേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കേണ്ടതാണ്. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടം നൽകപ്പെടും. ഞാൻ ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകും. അർശിന്റെ വലതുഭാഗത്തൊരു കുർസി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കലുള്ള ഉന്നതമായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകേണ്ട പുണ്യനബിയെക്കുറിച്ച് ജീവിതത്തിൽ ഓർക്കുമ്പോഴോ നഫസീൽ ഹേ നമഹൽ സറാ, കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല, ഒരു രമ്യഹർമ്മത്തിലും പാർത്തിട്ടില്ല. നഫസീൽ ഹേ നമഹൽ സറാ തെര ഫർശ് ഹേ വഹി ബൂരിയാ, അങ്ങയുടെ ഇരിപ്പിടം, അങ്ങയുടെ കിടപ്പറയിലെ പായ ആ പരുപരുത്ത ഈത്തപ്പന ഓല തന്നെയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഫസീൽ ഹേ നമഹൽ സറാ तेरा फर्श है वही बूरिया तेरी जिस्मे पाक पे एक कुबा, അങ്ങയുടെ ശരീരത്തിൽ ആ പരുപരുത്ത ഈത്തപ്പനയോലയുടെ പുണ്യദേഹത്തിൽ പാടുകൾ വീണില്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹമെഹർ മേ തെരി റോഷനി, സൂര്യനിലും ചന്ദ്രനിലും തിളങ്ങുന്നത് അങ്ങയുടെ വെളിച്ചം. ബറബഹർ മേ തെരി റോഷനി, കരയിലും കടലിലും അങ്ങ് സൃഷ്ടിച്ച പ്രകാശം. ഹുയി തുജ് പെ ഖത്മ പയംബരി, അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചു. നഹി തുജ് സ തേരെ സിവാ കോയി, അങ്ങയെ പോലെ മറ്റൊരാളുമില്ല. കർ കോൻ തേരി ബരാബരി, അങ്ങയെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ആരെ കൊണ്ട് കഴിയും നബിയേ? യേ നഹീ കിസി കി മജാൽ ഹേ, സല്ലു അലൈഹി വആലിഹി, സല്ലു അലൈഹി വആലിഹി. നഫസീൽ ഹേ നമഹൽ സറാ തെരാ ഫർശ് ഹേ വഹി ബൂരിയാ तेरी जिस्म पाक पे एक कुबा वही तार तार है जा बजा तेरी सादगी ही
तेरी कमाल है सल्लു അലൈഹി വആലിഹി. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ പൂർണ്ണത നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ പൂർണ്ണത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ദിവസങ്ങളിലും പുണ്യനബി വീട്ടിലെത്തുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് വീട്ടിലെത്തിയിട്ട് ചോദിക്കുമ്പോ പല ദിവസവും വീട്ടിൽ 2 സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കറുപ്പ്, 1 കറുത്ത പച്ചവെള്ളം, 2 കറുത്ത ഈത്തപ്പഴം, മൂന്നാമതൊരു സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ചിലപ്പോ ഈ 2 സാധനവും ഇല്ലാത്തപ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, ആയിഷ വിഷമിക്കണ്ട, ഞാൻ ഇന്ന് നോമ്പെടുത്തു കൊള്ളാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരഅറാബി പരിശുദ്ധ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തൊക്കെ പെരുമാറ്റങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണ്ടായി, എന്തൊക്കെ അങ്ങ് ക്ഷമിച്ചുപോയി. ശുഭവൃത്താന്തം എന്ന വാക്കിന്റെ ഒരു ഉടമസ്ഥനുണ്ടെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരഅറാബി വന്നുകൊണ്ട് പറയുന്നു, അങ്ങ് വാക്ക് പാലിക്കില്ലേ എന്ന്. ആ ചോദ്യം അവിടുത്തെ വിഷമിപ്പിച്ചു. സംസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. കൂടെയുള്ള ആളുകൾക്കും അതിൽ വേദന തോന്നി. പക്ഷേ ക്ഷമയോടെ അവിടുന്ന് തിരിച്ചു പറഞ്ഞു, എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലും, എന്റെ നല്ല വാർത്ത സ്വീകരിച്ചാലും, എന്റെ സുവിശേഷം സ്വീകരിച്ചാലും. ഈ സഹോദരൻ വീണ്ടും പറഞ്ഞു, ശുഭവൃത്താന്തം കുറെ നൽകിയതല്ലേ, അപമര്യാദയോടെ പെരുമാറിയ മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ടായിരുന്ന സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് എൻ്റെ ശുഭവൃത്താന്തം ആവശ്യമില്ല, നിങ്ങളെങ്കിലും എൻ്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലുമെന്ന്. ഉടൻ തന്നെ പുണ്യനബി അവിടെ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ട് തൻ്റെ മുഖം കഴുകി. തൻ്റെ മുഖം കഴുകിയ വെള്ളം കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങളും ഈ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും. നബിയുടെ ഒരു പത്നി ഈ സംഭവം ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിനകത്തിരിപ്പാണ്. വാതിൽ പാളിയിലൂടെ അവിടുന്ന് പറഞ്ഞു, ആ പത്നി പറഞ്ഞു, നിങ്ങളുടെ മാതാവിന് വേണ്ടിയും അല്പം വെള്ളം കരുതി വെച്ചാലും. പുണ്യനബിയുടെ മുഖം കഴുകിയ വെള്ളം കൊണ്ട് അവരൊക്കെ വെള്ളം കഴുകിയെന്ന് സഹീഹ് ബുഖാരി മുസ്ലിം. ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആന് ശേഷം ഏറ്റവും വിശ്വസ്തമായ ഗ്രന്ഥം, ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥം. ജീവിതത്തിനൊരു പാത ആവശ്യമാണ്, ജീവിതത്തിനൊരു ആലംബം ആവശ്യമാണ്, ആദർശപരമായി മുറുകെ പിടിക്കാൻ ഒരു നിഷ്ഠ ആവശ്യമാണ്, ഒരു സത്യസന്ധത ആവശ്യമാണ്. ഈ സത്യസന്ധതയും മൂല്യങ്ങളും അസ്തമിച്ചപ്പോൾ ലോകം വേതാള നഗരമായി, ലോകം പിശാച് പാർക്കുന്ന പട്ടണമായി. സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായി. സൗഹാർദ്ദം ഉള്ളിൽ വിരിയേണ്ട വികാരമാണ്. മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം ഏറ്റവും ഉന്നതമായ ഒരവസ്ഥാവിശേഷമാണ്. അയൽവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇന്ന് എവിടെയാണ് വർഗീയത തിരനോട്ടം നടത്തിയത്? എവിടെ വെച്ചാണ് ആയുധപ്പുരകൾ നിർമ്മിതമായത്? ആരാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത്? ആരാണ് കുഞ്ഞുമക്കളുടെ ശിരസ്സെടുക്കാനുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടത്? ആരാണ് അർദ്ധരാത്രികളിലെ കടൽ തീരങ്ങളെ കലാപകലുഷമാക്കിയത്? ആരാണ് മീൻപിടുത്തത്തിന്റെ സൗന്ദര്യഗേഹങ്ങളിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചത്? ആരാണ് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നത്? ആരാണ് അമ്മ പെങ്ങന്മാരെ ഉമ്മ പെങ്ങന്മാരെ അകറ്റിയത്? ആരാണ് ഒരു കുടുംബത്തിലെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചവരെ ശത്രുക്കളാക്കിയത്? അയൽപക്ക ബന്ധങ്ങൾ അസ്തമിച്ചു പോയതാണ്. അയൽവാസിയെ മാനിക്കണേ, അയൽവാസിയെ സ്നേഹിക്കണേ. അയൽവാസിയുടെ പ്രാധാന്യം ഏറെ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് ദൈവദൂതർ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഗീയതയില്ലാത്ത ഒരു മതവിശ്വാസം, വൈരമില്ലാത്ത ഒരു മതവിശ്വാസം, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേരുന്ന ഒരു രാഷ്ട്ര നിർമ്മാണം, മനുഷ്യൻ മാനിക്കപ്പെടേണ്ടതെന്ന ഒരു വിശ്വാസ പ്രമാണം, ഏതു മനുഷ്യനും ഉന്നതനെന്ന ഒരു വിശ്വാസം, ഒരേ ദൈവത്തിന്റെ അടിമകളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെന്ന വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു തിരുവചനം പ്രതിജ്ഞ പോലെ നമ്മൾ ഓർക്കുന്നു. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പുണ്യനബി
സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണ്. ഉറുമ്പ് ചാലിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ആരോ ഒരു ദിവസം തീ കൂട്ടിയ ആളുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീയിട്ട ആളുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തീയിട്ട് ചുടല്ലേ, അവിടെ ഉറുമ്പ് ചാലിട്ട് പോകുന്ന സ്ഥലമാണെന്ന് പുണ്യ റസൂൽ. ആലോചിച്ചു നോക്കണം, ചാലിട്ട് പോകുന്ന ഉറുമ്പിന്റെ പോലും ജീവന്റെയും അതിന്റെ സുരക്ഷിതത്വത്തിന്റെയും അവകാശങ്ങളുടെയും ഒരു അവബോധം ലോകത്ത് സൃഷ്ടിക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ കയറിയ പൂച്ച, പ്രസവിച്ചു പോയ പൂച്ചയാട്ടി ഓടിക്കാൻ ഓടി വന്ന ആളുകളോട് തല്ലല്ലേ, മാതാവിനെ തല്ലല്ലേ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ സംഭവത്തെക്കുറിച്ചൊരു ലോകത്തെ വലിയൊരു എഴുത്തുകാരൻ പറയുന്നു, മൃഗങ്ങൾക്കിടയിലും ജന്തുക്കൾക്കിടയിലും മാതാവ് എന്ന സിദ്ധാന്തത്തെ പരിശുദ്ധ റസൂൽ മുറുകെ പിടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ച പെറ്റുപോയിട്ട് ആ പെറ്റുപോയ തള്ളയെ മാതാവ് എന്ന് വിളിക്കുന്ന ഉന്നതമായ അവസ്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മാതാവിന് വിലയില്ല, പിതാവിന് വിലയില്ല, ഡിഗ്രികൾ വർദ്ധിക്കുന്നു, ബിരുദങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷേ അറിവ് കുറയുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നു, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, നീണ്ടു പോകുന്ന ബിരുദങ്ങളുടെ അക്ഷരമാലകൾ. അറിവ് കുറഞ്ഞേ പോണ്, മാതാവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോണ്, പെങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോണ്, ജീവിതത്തിന്റെ മാഹാത്മ്യം അറിയാൻ കഴിയാതെ പോണ്. ജീവിതമെന്ത്, അവകാശങ്ങളെന്ത്, ബന്ധങ്ങളെന്ത്, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ വിലയെത്രയാണ്, കള്ളത്തിന്റെയും വ്യാജത്തിന്റെയും വിലയെന്താണ്, എവിടെയും സത്യസന്ധത പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പക്ഷെ ലോകത്ത് മഹത്വങ്ങളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വലിയ വലിയ തത്വങ്ങൾ പോലും, വലിയ സ്നേഹത്തിന്റെ തത്വങ്ങൾ പോലും വൈരത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പോലും നബിയുടെ പേരിൽ കളവ് പറയാൻ ആളുകൾ തയ്യാറായി. അൻസാറുകൾ പാർത്തുന്ന ഗ്രാമത്തിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു അത്രേ, അൻസാറുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, നിങ്ങളുടെ നാട്ടിലെ ഇന്ന സ്ത്രീ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ മുമ്പിലെത്തി. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ച് അയാളെ വളഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, പുണ്യ നബി അങ്ങനെ തന്നെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. വിവരം പുണ്യ റസൂലിന്റെ കാതിലെത്തുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തുക്കളുടെ മഹത്വം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും മഹത്തുക്കളുടെ പേരിൽ കള്ളം ആരോപിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വഭാവം എത്രമേൽ പഴക്കമുള്ളതാണ്. സദസ്സിൽ നിന്നൊരു കുഞ്ഞിനെ കൈപിടിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് സദസ്സിലുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ പോലെ മാനസാന്തരപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. ഒരു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന ഒരു മനസ്സ്, ഒരു കുഞ്ഞിനെ പോലെ മന്ദസ്മിതം തൂകുന്ന ഒരു സദസ്സ്. കേരളം എല്ലാറ്റിലും മുന്നിൽ, വിദ്യാഭ്യാസത്തിൽ മുന്നിൽ, സാക്ഷരതയിൽ മുന്നിൽ, വാർത്താ മാധ്യമങ്ങളുടെ സ്ഫോടനാത്മകമായ വികാസത്തിൽ മുന്നിൽ, പ്രബുദ്ധതയുടെ മുമ്പിലെന്ന് അവകാശവാദം. എന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നാടും കേരളം, ജനങ്ങൾക്ക് മരിക്കാൻ തോന്നുന്ന നാടും കേരളം. സുന്ദരമായ കേരളത്തിൽ പാർക്കാൻ കൊള്ളൂലെന്ന് വിചാരിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തിൽ 9 കേരളത്തിൽ 27, 3 ഇരട്ടി. സ്നേഹം നഷ്ടപ്പെട്ട ഒരു ലോകം, പരസ്പര ബന്ധം നഷ്ടപ്പെട്ട ഒരു ലോകം. ആലോചിച്ചു നോക്കൂ. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിലുമെത്തി മനുഷ്യൻ പോയിട്ട് പറഞ്ഞ ഈ വിവരം, ഇന്ന പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് നബി തിരുമേനി കൽപ്പിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അലിയെയും സുബൈറിനെയും വിളിച്ചുകൊണ്ട് പറയുന്നു, പോയി നോക്കൂ, എന്റെ പേരിൽ കളവ് പറയുന്നവൻ, അവനെ വെച്ചേക്കരുത്. സത്യസന്ധന്മാരുടെ ഈ ലോകത്ത്, സത്യസന്ധത പുലരേണ്ട ഈ ലോകത്ത് അയാളെ കണ്ടാൽ വധിച്ചു കളയുക. പക്ഷേ
അയാളെ നിങ്ങൾക്ക് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടാളും കൂടി ചെന്നപ്പോൾ അയാൾ പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപാടെ പുണ്യ റസൂൽ പറഞ്ഞു അത്രേ, മൻ കദിബ അലയ്യ ഫൽയതബവ്വ മഖഅദഹു ഫിന്നാർ. എന്റെ മേലിൽ കളവ് പറയുന്നവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി ഒരു സദസ്സിലിരിക്കുമ്പോ ആളുകൾക്ക് ധർമ്മം ഉപദേശിക്കുമ്പോ പുഞ്ചിരി പോലും ധർമ്മമാണ് എന്ന് പഠിപ്പിച്ചു പുണ്യ റസൂൽ. നന്നായിട്ട് ആളുകൾ ചിരിച്ചാൽ തന്നെ ആത്മഹത്യ കുറയുമായിരുന്നു. നന്നായിട്ടൊന്ന് പുഞ്ചിരി തൂകിയാൽ, എല്ലാവരോടും ചിരിച്ചാൽ. പരിചയമുള്ളവരെയും അല്ലാത്തവരെയും നിങ്ങൾ സ്നേഹം കൊണ്ട് അഭിവാദ്യം ചെയ്യുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആളുകളോട് മന്ദസ്മിതം തൂകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരിക്കുമ്പോൾ സദസ്സിലെ ആളുകളോട് ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ ആ മരുഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ ഈ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ആ പോയ ആളെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടമാണെന്ന വിഷയം എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യം തിരിക്കണു. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഈ ലോകം അനുഭവിക്കുന്ന പ്രശ്നം. 1500 കൊല്ലം മുമ്പ് മദീനയിലെ മരുഭൂമിയിൽ നടന്നൊരു സംഭവമാണിത്. ഇന്നത്തെ ഈ കടപ്പുറത്ത് ആത്മഹത്യകൾ പെരുകുന്ന ഈ നാട്ടില് വലിയ ഒരു ലക്ഷ്യത്തെ ഓർത്തുകൊണ്ട് ഈ വിനീതൻ ഈ സംഭവം എടുത്ത് ഇവന്റെ സകല സിരകളിലുമുള്ള ശക്തിയോടെ, അള്ളാഹു തന്ന ശക്തിയോടെ ഉദ്ധരിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തി ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഷ്ടമാണെന്ന വിഷയം നിങ്ങൾ അദ്ദേഹത്തോട് ചെന്നുപോയിട്ട് പറയൂ. അപ്പോഴേക്ക് മരുഭൂമിയിലൂടെ കുറെ വഴിദൂരം ഈ മനുഷ്യൻ നടന്നേ പോയിരിക്കുന്നു. ആ മനുഷ്യന്റെ പിന്നാലെ ഈ ശിഷ്യൻ നടന്നു പോവുകയാണ്. പുണ്യ റസൂലിന്റെ ശിഷ്യൻ നടന്നു പോവുകയാണ്. നിൽക്കണേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നില്ല്, ഒരു കാര്യം എനിക്ക് ഉണർത്താനുണ്ട്. ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട്. മരുഭൂമിയിലൂടെ ദൂരം നടന്നുപോയ മനുഷ്യന്റെ പിന്നിൽ നിന്നൊരു വിളിയാളമാണ്. ഒന്ന് നില്ലണേ, ഒന്ന് നില്ലണേ, എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ് ഇത്ര വലിയ വിശേഷമെന്ന് ആലോചിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോ പിന്നാലെ ഓടിക്കതച്ചു വന്ന ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്. ഇതാണ് സ്നേഹം. എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനാണ്. സ്നേഹം ഒരു സംവേദനമാണ്. ഇന്ന് പലരുടെയും സ്നേഹം ഖബറിടത്തിലെ മയ്യിത്ത് പോലെയാണ്, ജീവനില്ല, അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത സ്നേഹങ്ങൾ വിവാഹമോചനങ്ങളിൽ ചെന്ന് കലാശിക്കുന്നു. എത്രയെത്ര വിവാഹങ്ങൾ വിവാഹമോചനങ്ങളിൽ ചെന്ന് കലാശിക്കുന്നുവെന്ന് ആളുകൾ ഓർത്തിരുന്നെങ്കിൽ ആ കല്യാണങ്ങളിൽ കഴിച്ച ബിരിയാണി ഒരുപക്ഷെ ഛർദ്ദിക്കേണ്ടി വരുമായിരുന്നു. എത്രയെത്ര വിവാഹമോചനങ്ങൾ, ആർഭാടമായിട്ട് നടന്ന കേമമായിട്ടുള്ള എത്രയെത്ര വിവാഹാഘോഷങ്ങൾ വിവാഹമോചനങ്ങളിൽ ചെന്ന് കലാശിക്കുന്നുവെന്നതിനെ കുറിച്ച് ആരെങ്കിലും ഗവേഷണമോ സർവേയോ നടത്തിയാൽ ഞെട്ടിപ്പോകുന്ന കണക്കാണ് നമുക്ക് ലഭ്യമാവുക. നമ്മുടെ ദുരന്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കൂറ്റൻ മതിലുകളാണ്, സ്നേഹശൂന്യതയുടെ കൂറ്റൻ മതിലുകളാണ്. ഭിത്തികൾ ഉയരുകയാണ്, ഭിത്തികൾ തകർക്കപ്പെടാൻ കഴിയാത്ത ഭിത്തികൾ. വൃദ്ധസദനങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു. എങ്ങനെയാ വൃദ്ധസദനം ഉണ്ടാവാതിരിക്കുക? കുഞ്ഞുമക്കൾക്ക് ചെറുപ്പത്തിൽ ഒരു ഉമ്മ വെച്ച് കൊടുക്കാൻ വരെ മാതാപിതാക്കൾക്ക് സമയമില്ല, സൗമനസ്സില്ല, സന്ദർഭമില്ല. ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി അടച്ചു പൂട്ടി. ഓമനത്വത്തോടുകൂടി മക്കളെ പരിപാലിക്കേണ്ട സമയം ബോർഡിംഗ് സ്കൂളാകുന്ന തടവറയിൽ കൊണ്ടുപോയി കുട്ടികളെ തള്ളി. കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹം അവർക്ക് ലഭിക്കാതെ വരുമ്പോ ഈ കുട്ടികൾ വളർന്നു വലുതായിട്ട് മാതാപിതാക്കളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അത് ഏത് ലോകത്തെ നിയമമാണ്? താണ നിലത്തെ നീരോടൂ, കീഴ്പോട്ടെ വെള്ളം പ്രവഹിക്കൂ, മേലോട്ടൊഴുകൂല. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ട ഒരു പ്രായമുണ്ട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ മുത്തം വെക്കുന്ന സമയത്ത് അതിലൂടെ കടന്നുപോയ ഒരാൾ ചോദിച്ചു അത്ഭുതത്തോടെ. ആ അത്ഭുതം അന്നുണ്ട് ഇന്നുണ്ട് ചിലർക്ക് അത്ഭുതം. അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം
അങ്ങ് കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കാറുണ്ടല്ലേ? ഉടൻ തന്നെ പുണ്യ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം തരാത്തതിന് എന്ത് ചെയ്യാൻ എന്നാണ് മറുപടി പറഞ്ഞത്. മനസ്സിന്റെ കാരുണ്യമാണ് ഒരു സ്നേഹത്തിന്റെ മുത്തം. കുഞ്ഞുമക്കളെ മുത്തം വെക്കാൻ തോന്നാത്ത വിധം മാതാപിതാക്കൾ തിരക്കുള്ളവരായിട്ട് മാറി. കുഞ്ഞുങ്ങൾ ഇന്ന് മാർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ്. സ്കൂളിലും കോളേജിലും പോയിട്ട് അവർക്കുള്ള പണി മാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. ഇന്നലത്തെ മാർക്കിന്ന് 2 മാർക്കിന്ന് കുറഞ്ഞു പോയാൽ വീട്ടിൽ ശകാരം, സ്കൂളിൽ ശകാരം, അധ്യാപകന്റെ ശകാരം. ഒരു തലവേദന കൊണ്ടാ പാവം പൈതലിന്റെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത്. പക്ഷേ അതൊന്നും ഇന്നത്തെ മാർക്ക് ഉൽപാദന വിദ്യാഭ്യാസ യന്ത്രങ്ങളിൽ പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. മാർക്ക് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതിന് കഴിയാത്ത കുഞ്ഞ് ആത്മഹത്യക്കൊരുമ്പെട്ട നാടായിട്ട് കേരളം മാറി. പരീക്ഷയിൽ തോറ്റിട്ട് ഈ ലോകത്ത് മഹാന്മാരായ എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലെ പരീക്ഷയെ തോറ്റു, പിന്നെ ഒരു ലോകത്ത് വലിയ മഹാന്മാരായി. പക്ഷേ ഇന്ന് ജീവിതത്തിലെ ഏക പരീക്ഷണം, ചില ആളുകൾക്ക് ഈ പരീക്ഷ മാത്രമായിട്ട് മാറിയപ്പോ ജീവിതത്തിന്റെ മൂല്യങ്ങളും അതിന്റെ സ്നേഹങ്ങളും കൊഴിഞ്ഞുപോയി. ആ സ്നേഹമാണ് ജീവിതത്തെയും അതിന്റെ മരണത്തെയും അന്വർത്ഥമാക്കുന്നത്. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹത്തിന്റെ ശാശ്വതീകത്വത്തിന് വേണ്ടി നിലകൊണ്ടു. അപ്പൊ എത്രമാത്രം അത്ഭുതത്തോടെയാണ് അവിടുന്ന് ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യതകല്ലമു റജുലുൻ മിൻ ഉമ്മത്തി ബഅദൽ മൗത്ത് മിൻ ഖൈരി താബിഈൻ. എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട ഒരാൾ മരണത്തിന് ശേഷം സംസാരിക്കും. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ലോകം ഇന്നോളം ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹാ അരുളി ചെയ്യുകയാണ്, യതകല്ലമു റജുലുൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കും ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം, മിൻ ഖൈരി താബിഈൻ, താബിഈകളിൽപ്പെട്ട മനുഷ്യനായിരിക്കും. താബിഈങ്ങളിൽപ്പെട്ട ഒരാളുടെ സഹോദരനായ റബീ ഇബ്നു ഹവാഷ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് ആളുകൾ പറയുന്നു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു പോയി. അങ്ങനെ സഹോദരൻ മരിച്ചു കിടക്കുന്ന മയ്യിത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് റബീ നിൽക്കുകയാണ്. മുഖത്ത് മുണ്ടിട്ടിട്ടുണ്ട്, വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. മയ്യിത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും, മയ്യിത്തിനെ അഭിവാദ്യം ചെയ്യുന്ന രീതിയിൽ അഭിവാദ്യം ചെയ്തു. അങ്ങനെ കിടക്കുന്ന മയ്യിത്തതാ, ആ മയ്യിത്തിന്റെ വസ്ത്രം നീങ്ങിയപ്പോ ആ മയ്യിത്ത് പറയുകയാണ്, വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം, അസ്സലാമു അലൈക്കും എന്നാദ്യം മയ്യിത്ത്. അത്ഭുതപ്പെട്ടുകൊണ്ട് റബീ ചോദിച്ചു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രാമാണികമായ റിവായത്തിലൂടെ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. വഅലൈക്കുമുസ്സലാം, സുബ്ഹാനല്ലാഹ്, ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമോ വഅലൈക്കുമുസ്സലാം എന്ന് നിൽക്കുന്ന ജ്യേഷ്ഠൻ അനുജന്റെ മയ്യിത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നു, മയ്യിത്ത് യാതൊരു ശങ്കയും കൂടാതെ പറയുന്നു, ബഅദൽ മൗത്ത്, അതെ, മരണശേഷം തന്നെ, മരണശേഷം തന്നെ, മരണശേഷം തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഉടൻ തന്നെ ജ്യേഷ്ഠൻ അനുജന്റെ മയ്യിത്തിനോട് ചോദിക്കുന്നു, അനുജനോട് ചോദിക്കുന്നു, എങ്ങനെ മരണാനന്തരം സഹോദരാ നിന്റെ സ്ഥിതി? സുന്ദരമായ അറബ് മൊഴിയിൽ പറയുന്നു, റൗഹും വറൈഹാനുൻ വറബ്ബുൻ ഗൈറു ഗദ്ബാനുൻ, റൗഹുൻ വറൈഹാനുൻ വറബ്ബുൻ ഗൈറു ഗദ്ബാനുൻ. സുഗന്ധപൂരിതമേ എൻ്റെ പരലോകം, തൂമണം പരന്ന ജീവിതമേ, ആശ്വാസമേ എൻ്റെ പരലോകം. വറബ്ബുൻ ഗൈറു ഗദ്ബാനുൻ, എൻ്റെ റബ്ബനെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴോ കോപമില്ലാത്ത റബ്ബിനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. തീർന്നില്ല, സിയാബൻ ഖുദ്റം മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖ്, പട്ടിന്റെയും പവിഴത്തിന്റെയും വസ്ത്രം കൊണ്ട് എൻ്റെ റബ്ബനെ അലങ്കരിച്ചു. എന്താ നിനക്ക് ഇത്ര വലിയ സ്ഥിതി വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോ മയ്യിത്ത് പറയുകയാണ്, നീണ്ട നമസ്കാരവും ഉഷ്ണത്തിലും ഞാൻ എടുത്ത നോമ്പും, ഏത് ചൂടുകാലത്തും ഞാൻ നോമ്പെടുക്കുമായിരുന്നു, ദീർഘമായി ഞാൻ നമസ്കരിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ റബ്ബെന്നെ ആദരിച്ചതിൻ്റെ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ സമ്മതം തേടുകയും അള്ളാഹു സമ്മതം തരികയും ഞാനിതാ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഫഹ്മിലൂനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി വഫാത്തായി കിടക്കുന്ന റസൂലിന്റെ പരലോകത്തേക്ക് എന്നെ കൊണ്ടുപോയാലും, യതകല്ലമു റജുലുൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കും, ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം, മിൻ ഖൈരി താബിഈൻ, താബിഈകളിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ.
ഇന്നമാ ഉസീറാ മിൻ അഹ്ലിസ്സമാഇ ജിബ്രീൽ വ മീകായിൽ. ആകാശത്തിന്റെ 2 സഹായികളുണ്ട്, എൻ്റെ 2 മന്ത്രിമാർ, ഒന്ന് ജിബ്രീലും ഒന്ന് മീകായിലുമാണ് അലൈഹിമുസ്സലവാത്തു വത്തസ്ലീമാത്ത്. വഅമ്മാ വസീറാ മിൻ അഹ്ലിൽ അർളി ഫഅബൂബക്കർ വഉമർ. ഈ ഭൂമിയിലുമുണ്ട് എനിക്ക് 2 സഹായികളും എൻ്റെ 2 ഉറ്റമിത്രങ്ങളും, അത് അബൂബക്കറും ഉമറുമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഇപ്പം നല്ല ദുആക്ക് ഉത്തരമൊക്കെ കിട്ടുന്ന സദസ്സാണ്. അല്ലാഹുവേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലോകത്തെ മർദ്ദിത സമൂഹങ്ങൾക്ക് സുരക്ഷ നൽകണേ അല്ലാഹ്. എല്ലാ മർദ്ദനങ്ങളും എല്ലാ അധിനിവേശങ്ങളും എല്ലാ സാമ്രാജ്യത്വങ്ങളും അവസാനിച്ച് ലോകത്തൊരു നീതി പുലരും. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആവശ്യമില്ല. ലോകത്ത് ഏത് ഏകാധിപത്യത്തിനും സർവാധിപത്യത്തിനുമുണ്ട് ഒരവസാനം. ആ സർവാധിപത്യങ്ങൾക്ക് അവസാനം കുറിച്ച് നീതി നടപ്പിലാക്കാനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നത്. അങ്ങ് വന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും അങ്ങ് വന്നതിന്റെ അനുഗ്രഹമായി നബിയെ. അങ്ങ് വന്നതോടെ ഞങ്ങൾ പാവങ്ങൾക്ക് പ്രഭാതമായി നബിയെ. അങ്ങ് വന്നതോടുകൂടി പ്രാർത്ഥനക്കും വേവലാദിക്കും മാവലാദിക്കും ഒരു ഉത്തരമായി പരിശുദ്ധ റസൂലേ. കിത്നെ ഡൂബേ ഹുവേ ദിൽ ബൻ ഗയേ ലാലോ ഗുഹർ. എത്രയെത്ര തകർന്നിടിഞ്ഞ ഹൃദയങ്ങളാണ് അങ്ങയുടെ ആഗമനം കൊണ്ട് മുത്തും പവിഴവുമായി തീർന്നത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിത്നെ ഡൂബേ ഹുവേ ദിൽ ബൻ ഗയേ ലാലോ ഗുഹർ ഫിർ സേ ആബാദ് ഹുവേ കിത്നെ ഉജടേ ഹുവേ ദിൽ. എത്ര തകർന്ന ഹൃദയങ്ങളെയാണ് പിന്നെ അങ്ങ് ആൾപ്പാർപ്പ് കൊണ്ട് സജീവമാക്കിയത് മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹിൻഷാഹ് കറം മസ്ഹറേ നൂറെ ഖുദാ സയ്യിദേ ലോഹ ഖലം ഹം തും പേ ഖുർബാൻ മേരി ജാൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ മേൽ ഞങ്ങളുടെ ജീവൻ മുഴുവൻ ദണ്ഡമാണ് നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോഹിന്റെയും കലമിന്റെയും സയ്യിദേ പരിശുദ്ധ റസൂലേ. എല്ലാ സർവാധിപത്യങ്ങളും ഏകാധിപത്യങ്ങളും തകർക്കപ്പെട്ട് ലോകത്തൊരു നീതി പുലരും. സുറാഖ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്ര ആകർഷകമായ എത്ര വശീകരിക്കുന്ന സംഭവമാണ്. നബിയെ പിടിച്ചുകൊടുക്കാനാണ് ഹിജ്റക്ക് കൂടെ വന്നത്. നബിയെ പിടിച്ചുകൊടുക്കാൻ പിന്നാലെ സുറാഖ വന്നു. പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകം സമ്മാനമാണ്. ഖുറൈശികളുടെ നേതൃത്വം സമ്മാനം പ്രഖ്യാപിച്ച് കാത്തിരിക്കുകയാണ്. സുറാഖ പിന്നാലെ പതുങ്ങി വന്നതാണ്. പിടിച്ചുകൊടുക്കാൻ മോഹിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് അല്പം തെന്നിമാറിയുള്ള മറ്റൊരു റൂട്ടിലൂടെ ഹിജ്റ പോകുന്ന സമയത്ത് സുറാഖ പിന്നാലെ കൂടി വന്നു. പക്ഷേ സുറാഖയ്ക്ക് പിടികൊടുക്കാൻ സാധിക്കുന്നില്ല. സുറാഖയുടെ കുതിരയുടെ കുളമ്പുകൾ മരുഭൂമിയിലെ മണലില്ലാണ്ട് പോയി. സുറാഖയ്ക്ക് നിവൃത്തിയില്ലാതായി. സുറാഖ കുതിരയെ മുന്നോട്ട് വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോഴും സുറാഖയുടെ നിസ്സഹായത വെളിവായി. സുറാഖയുടെ കുതിര നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെയുടെ നടന്നു പോകുന്നത് സുറാഖ കണ്ടപ്പോൾ സുറാഖക്ക് ബോധ്യമായി ഇത് പിടികൂടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ കാവലുള്ള വിശുദ്ധ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സുറാഖ ദൂരെ നിന്ന് ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഒന്ന് നിൽക്കണേ, എനിക്കൊന്ന് പറയാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കറിനോട് പറയുന്നു, ഏതോ ഒരു മനുഷ്യൻ എന്തോ വിളിച്ചു പറയുന്നു, നിൽക്കണേ അബൂബക്കർ. നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് സുറാഖ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പിടികൂടാൻ വന്നതാണ്, പക്ഷേ എനിക്ക് പിടികൂടാൻ കഴിയില്ല. ഞാൻ അങ്ങയെ കണ്ടു മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നു. നബി അനുമതി നൽകി സുറാഖയോട് വരാൻ. ഇന്നത്തെ നമ്മൾ
ഇവിടെ ഉദ്ധരിക്കുന്ന സംഭവം അതല്ല. സുറാഖ കടന്നു വന്നു. സുറാഖ നബിയോട് ക്ഷമ ചോദിച്ചു. സുറാഖ തിരിച്ചു പോവുകയാണ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം ദൂരെ സുറാഖ തിരിച്ചു നടന്നു പോയപ്പോ സുറാഖയെ വീണ്ടും പുണ്യനബി തിരിച്ചു വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിക്കുന്നു, സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറ കിസ്റ, കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാർ കയ്യിലടഞ്ഞ വള നിന്റെ കയ്യിൽ വന്നാൽ എങ്ങനെയുണ്ടാകും സുറാഖ? അത്ഭുതമേ ഈ സംഭവം. പിടികൂടാൻ വന്ന ശത്രുവാണ് സുറാഖ. 100 ഒട്ടകം മോഹിച്ചു വന്നതാണ്. നബിയുടെ ശിരസ് മോഹിച്ചു വന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തലയെടുക്കാൻ വന്നവൻ അതിന് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ ശക്തിക്ക് മുമ്പിൽ അടിയറ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോഴാണ് ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുറാഖ എങ്ങനെയുണ്ടാകും കിസ്റയുടെ കൈവളകൾ നിന്റെ കയ്യിൽ വന്നാൽ? കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റയുടെ വളകൾ. അന്നത്തെ കിസ്റ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയാണ്. അന്നത്തെ വലിയ വലിയ സാമ്രാജ്യമാണ്. ഇന്നത്തെ ബുഷാണ് അന്നത്തെ ഹുർമുസ്. ലോകത്തെ മുഴുവൻ പരിഹസിച്ച്, മർദ്ദിത ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച്, പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടുന്ന സർവാധിപത്യത്തിന്റെ, ഏകാധിപത്യത്തിന്റെ അന്നത്തെ പാരമ്പര്യം ഇന്നും തുടരുമ്പോൾ പിടികൂടാൻ വന്ന സുറാഖ തിരിച്ചു പോകുമ്പോഴാണ് ചോദിക്കുന്നത്, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ, ഏറ്റവും വലിയ അധിപതിയുടെ, രാജ്യം ഭരിക്കുന്ന വലിയ ചക്രവർത്തിയുടെ, സാമ്രാജ്യത്വത്തിന്റെ ഭരണാധികാരിയുടെ വളകൾ നിന്റെ കയ്യിൽ വന്നാൽ എങ്ങനെയുണ്ടാകും സുറാഖ? കൊല്ലങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനിടയിൽ പിടികൂടാൻ വന്ന സുറാഖ ഈമാൻ ഉൾക്കൊണ്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ അധികാരമേറ്റു. കിസ്റ കീഴടക്കാൻ സൈന്യം പോയി. കിസ്റയെ തരിപ്പണമാക്കി. കിസ്റയുടെ കൊട്ടാരത്തിലെ സ്വർണ്ണ കൂമ്പാരങ്ങൾ സഹാബികളുടെ കൈകളിൽ വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ഐന സുറാഖ, എവിടെയുണ്ട് സുറാഖ? സുറാഖയെ തേടി പിടിച്ചു കൊണ്ടുവരൂ. സുറാഖ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയോട് പറഞ്ഞതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. അനന്യസാധാരണമായ പ്രവാചക സ്നേഹത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, ഹൃദയപരതയുടെ, മാനവ മൂല്യങ്ങളുടെ അനുസ്മരണമുണർത്തുന്ന ഈ സദസ്സിൽ സകല സ്വാഗതങ്ങളും ബഹുമാനപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ മുമ്പാകെ അർപ്പിച്ചുകൊണ്ട്, സകലമാന സ്തോത്രങ്ങളും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട്, അവന്റെ വിശുദ്ധ നബിയുടെ മേൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം വലിയ അനുഗ്രഹത്തിന്റെ കേദാരമാണ്, എത്രമാത്രം വലിയ നിധിയാണ്, എത്രമാത്രം വലിയ ഉന്നതമായ അവസ്ഥയാണ് റബ്ബ് പ്രദാനം ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ രാവ് സാക്ഷി, ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന അറബിക്കടലും സാക്ഷി, പാടുന്ന ഓരോ അലമാലയുടെ മന്ത്രവും സാക്ഷി, ആ ഓരോ മന്ത്രത്തിലും മുഴങ്ങുന്ന സ്തോത്രമേ സാക്ഷി, സകല സ്തോത്രങ്ങളെ സാക്ഷി. മർഹബാ സല്ലി അലാ ഹസ്തം സനാഖാനേ റസൂൽ. ഏതൊരു പുണ്യവ്യക്തിത്വത്തിന്റെ ഉന്നതമായ ഓർമ്മകളുമായിട്ടാണ് ഹൃദയങ്ങൾ താപം കൊള്ളുന്നത്. ഏതൊരു പുണ്യവ്യക്തിത്വത്തിന്റെ സ്മരണയാണ് ജ്വാലയായി ഹൃദയങ്ങളിൽ കത്തി നിറയുന്നത്. ഏതൊന്നാണ് നീതിയുടെ പര്യായമായി, ഏതൊരു നാമധേയമാണ് പ്രപഞ്ചത്തിന്റെ ആമുഖമായി, ഏതൊരു ഉജ്ജ്വല നാമമാണ് അനുഗ്രഹത്തിന്റെ മുഴുവൻ പ്രഭവമായി, ഏതൊരു നാമമാണ് കിഴക്കിന്റെ പടിഞ്ഞാറിന്റെ ചക്രവർത്തിയുടെ തിരുപാദങ്ങളുടെ പാതയിൽ പുഷ്പങ്ങൾ വിടർത്തി ലോകത്തിന് അനുഗ്രഹത്തിന്റെ പരിവർത്തനത്തിന്റെ മേഖലയിലേക്ക് പറന്നുയരാൻ മുന്നോട്ട് കുതിക്കേണ്ട മനുഷ്യന് വേണ്ട ചിറകുകൾ, ശാസ്ത്രബോധത്തിന്റെ ചിറകുകൾ, വിശ്വാസത്തിന്റെ ചിറകുകൾ, ആധ്യാത്മിക തലത്തിന്റെ ചിറകുകൾ, രാഷ്ട്രീയത്തിന്റെ, സാമ്പത്തികത്തിന്റെ, സാമൂഹികത്തിന്റെ, സാമൂഹിക നീതിയുടെ മുഴുവൻ ഉന്നതമായ അവസ്ഥകളിലേക്ക്, സ്വർഗീയമായ ആരാമ ഭംഗിയിലേക്ക് പറന്നുയരാനുള്ള പ്രചോദനമായി, പ്രേരണയായി ഭവിച്ചത്
ഏതൊരു നാമമാണോ ആ നാമത്തിൻ്റെ, ആ വിശുദ്ധ നാമത്തിൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് ഹലീമ ആദ്യമായിട്ട് പാലൂട്ടാൻ വിചാരിച്ചപ്പോഴേ ഹലീമയുടെ ചുണ്ട് പറഞ്ഞു പോയി, ക്യാ മുബാറക് മഖാമാ രഹാ ഹേ, ലബോം പേ ദുറൂദോ സലാമാ രഹാ ഹേ. എന്റെ മടിയിൽ അങ്ങ് വന്ന് കിടന്നപ്പോഴേക്ക് എന്റെ ചുണ്ട് സലാത്ത് കൊണ്ട് നിറഞ്ഞുവല്ലോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ എന്ന് മുലയൂട്ടേണ്ട പ്രായത്തിൽ മടിയിൽ കിടക്കുമ്പോൾ ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു വിസ്മയമാണ്, ഇതെന്തൊരു ഇതിഹാസമാണ്. അത് ഇതിഹാസമാണെങ്കിൽ ഈ സദസ്സും ഇതിഹാസമാണ്. ഇത് മദ്ഹിന്റെ ഉന്നതമായ സദസ്സാണ്. ഇത് പുണ്യപൂങ്കാവനങ്ങളിലേക്ക് അവിടുത്തെ തൃപ്പാദങ്ങൾ അലങ്കാരമായി അർപ്പിക്കപ്പെട്ട മുഴുവൻ മുഹബ്ബത്തിന്റെ, മുഴുവൻ സ്നേഹത്തിന്റെ ഇതിഹാസ തുല്യമായ സദസ്സാണ്. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് കൊണ്ട്, മുഹബ്ബത്ത് കൊണ്ട് ഹൃദയങ്ങൾ കോൾമയിർ കൊള്ളുന്ന സദസ്സാണ്. അതുകൊണ്ട് മർഹബാ സല്ലി അലാ ഹസ്തം സനാ ഖാനെ റസൂൽ, സദ് സലാമേ മൻബജ്സ് മേ പാക്ക് ഭർ ജാനേ റസൂൽ. അവിടുത്തെ പുണ്യമായ ദേഹത്തിൽ, അവിടുത്തെ പുണ്യമായ ശരീരത്തിൽ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് മറയാത്ത തൂമണവുമായിട്ട് വന്നിട്ടുള്ള പുണ്യമേനിയിൽ അല്ലാഹുവേ സകല സലാത്തുകളും വർഷിപ്പിക്കണമേ തമ്പുരാനെ. ഏ സബാബേ പേക്ക് മുസ്താഖാനെ ബദർഗാഹേ നബി, ഓ സലാമം ദസ്ത് ബസ്താ പേ ജീമാനെ റസൂൽ. സകല വിശ്വാസങ്ങളും അങ്ങയുടെ മുമ്പിൽ ഏകദൈവത്വത്തിന്റെ, പരലോക വിശ്വാസത്തിന്റെ, സർവലോക നീതിയുടെ, മാനവ സമത്വത്തിന്റെ പാഠങ്ങൾ മുഴുവനും ലോകത്തിന് നൽകിയ വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ അപദാനങ്ങൾ ഓർക്കുമ്പോൾ നാം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഓർക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒട്ടകത്തെ ശ്രദ്ധിക്കുന്നില്ലയോ? മാനമെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് എന്തേ നിങ്ങൾ നോക്കുന്നില്ല? നക്ഷത്രങ്ങൾ എങ്ങനെ കണ്ണു ചിമ്മി തുറക്കുന്നുവെന്ന് നിങ്ങൾ എന്തേ ശ്രദ്ധിക്കുന്നില്ല? ചൊവ്വയിലേക്ക് ജീവനുണ്ടോ എന്ന അന്വേഷണവുമായിട്ട് മനുഷ്യൻ പാറിപ്പറന്നു പോകുമ്പോൾ, ഉന്നതമായ ആകാശത്തിലെ ശൂന്യാകാശത്തിൽ ജീവനുണ്ടോ എന്ന അന്വേഷണവുമായിട്ട് വരുമ്പോഴും ഈ വിപ്ലവത്തിന്റെ മന്ത്രത്തെ ഓർക്കുന്നു, ഈ പരിവർത്തനത്തിന്റെ ദർശനത്തെ ഓർക്കുന്നു. അവിടുത്തെ ഏകമകൻ ഇബ്രാഹിം, ഏകപുത്രനായിട്ടുള്ള ഇബ്രാഹിം, അരുമ മോനെ ഇബ്രാഹിം നിര്യാണം പ്രാപിച്ചപ്പോൾ വിധി വൈപരീത്യം പോലെ, യാദൃച്ഛികത പോലെ അന്ന് മദീനയിലൊരു സൂര്യഗ്രഹണമുണ്ടായി. ഏകമകന്റെ നിര്യാണം മോനെ മടിയിൽ കിടത്തിക്കൊണ്ട് പത്നിയായ സഹധർമ്മിണി മാരിയത്തുൽ ഖുബ്തിയ്യ വിരിയുടെ അപ്പുറത്ത് നിന്ന് വിങ്ങിപ്പൊട്ടുമ്പോൾ ഏകമകൻ, തന്റെ സ്വരമായിരിക്കേണ്ടവൻ, തന്റെ പൊരുളായിരിക്കേണ്ടവൻ, പ്രവാചകത്വത്തിന്റെ ഒടുക്കത്തെ കണ്ണിയുടെ ഏക പുരുഷ സന്താനമായിട്ട് പിറവികൊണ്ട ഇബ്രാഹിം, ആ കുഞ്ഞുമോൻ മടിയിൽ മയ്യിത്തായിട്ട് കിടക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. എടാ മോനെ ഇബ്രാഹിമേ, നിന്റെ നിര്യാണത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ്. പക്ഷേ സൂര്യഗ്രഹണം കണ്ട ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇത് പ്രവാചകന്റെ പുത്രന്റെ നിര്യാണത്തിൽ പ്രകൃതി പോലും അനുശോചിക്കുകയാണ്. ഇത് പ്രകൃതിയുടെ അനുശോചനമാണ്, ഇത് പ്രകൃതിയുടെ ദുഃഖമാണ്, ഇത് പ്രകൃതിയുടെ വിലാപമാണ്. അതറിയേണ്ട താമസം ഏതൊരു നേതാവും ഏതൊരു മനുഷ്യനും വേണമെങ്കിൽ ദുരുപയോഗപ്പെടുത്തേണ്ട സന്ദർഭമാണ്. തന്റെ വ്യക്തിത്വം വളർത്താൻ ജനതയുടെ സകലമാന അന്ധവിശ്വാസങ്ങളെയും വർദ്ധിപ്പിക്കുന്ന എത്ര ആളുകൾ നിറഞ്ഞ ലോകത്താണ് നാം പാർക്കുന്നത്. അന്ധവിശ്വാസ ജടിലം, അബദ്ധ ജടിലം, മിഥ്യാധാരണകൾ, യുക്തിബോധമില്ലാത്ത മതവിശ്വാസം, ശാസ്ത്രബോധം തൊട്ട് തീണ്ടാത്ത സിദ്ധാന്തങ്ങൾ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് ശാസ്ത്രീയമായ തത്വവിചാരങ്ങളെയും തിരസ്കരിക്കുന്ന വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നാം 1500 കൊല്ലം പിറകേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മോനെ മടിയിൽ കിടത്തിക്കൊണ്ട്, മോനെ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ്.
എന്ന് പറഞ്ഞതിന് ശേഷം ജനങ്ങൾ തന്റെ പുത്രന്റെ മരണത്തോട് ഈ സൂര്യഗ്രഹണത്തെ ബന്ധപ്പെടുത്തുന്നുവെന്നറിയേണ്ട താമസം അവിടുന്ന് പതിവ് പോലെ മിമ്പറിൽ കയറി, പ്രവാചകൻ പ്രസംഗ പീഠത്തിൽ കയറി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കയറിക്കൊണ്ട് അവിടുന്ന് പ്രസംഗിച്ചു, ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, സൂര്യനും ചന്ദ്രനും ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്, വെറും ദൃഷ്ടാന്തങ്ങൾ, ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങൾ, നിങ്ങളുടെ ചിന്തയെ നിരന്തരം പ്രേരിപ്പിക്കേണ്ട ദൃഷ്ടാന്തങ്ങൾ. സൂര്യനൊരടയാളമാണ്, ഭൂമി വേറെ ഒരടയാളമാണ്, ചന്ദ്രനൊരടയാളമാണ്, ഓരോ നക്ഷത്രവും ഒരടയാളമാണ്. ഏകനായ സർവശക്തനായ സർവജ്ഞനായ ദൈവത്തെ കണ്ടറിയാൻ, അവനിലേക്ക് കടന്നു പോകാൻ, അവന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ, അവന്റെ സിദ്ധിവിശേഷങ്ങളെ അംഗീകരിക്കാൻ. അല്ലാതെ ഈ ലോകത്തെ ഏതെങ്കിലും മനുഷ്യന്റെ ജന്മവുമായിട്ടോ മരണവുമായിട്ടോ ഈ സൂര്യനോ ചന്ദ്രനോ അതിന്റെ ഗ്രഹണങ്ങൾക്കോ ബന്ധമില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ വെച്ച് നാം ഒരു സത്യം പഠിക്കുന്നു. ലോകം, പ്രപഞ്ചം അന്ധവിശ്വാസങ്ങളിൽ തളർത്തപ്പെടേണ്ടതല്ല. സൂര്യചന്ദ്രന്മാർ മിഥ്യാധാരണകളുടെ ഉള്ളറകളിൽ സൂക്ഷിക്കേണ്ടതല്ല. മറിച്ച് അന്വേഷണത്തിന്റെ, ഗവേഷണത്തിന്റെ, പരീക്ഷണത്തിന്റെ, പര്യവേക്ഷണത്തിന്റെ, ആലോചനയുടെ, പര്യാലോചനയുടെ, വിചിന്തനത്തിന്റെ, ധ്യാനത്തിന്റെ, മനനത്തിന്റെ മുഴുവൻ മേഖലകളിലേക്ക്, മനുഷ്യന്റെ ബുദ്ധിയെ ഉണർത്തേണ്ട മേഖലകളിലേക്ക് പോകേണ്ട ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയെ നാം ഈ സദസ്സിൽ വെച്ചോർക്കുമ്പോൾ, ചൊവ്വയിൽ കാലുകുത്താൻ പോകുന്ന മനുഷ്യൻ എന്താണ് ചൊവ്വയിൽ ചെന്നിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്?